Hello all, welcome to a new session of cloud computing. Who all benefits from cloud computing? ആർക്കൊക്കെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കൊണ്ടുള്ള ഉപകാരം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക? The first category of person is collaborators. Collaborators എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് അത് ഒന്നിലധികം ആൾക്കാർ ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ അവിടെ കൊളാബറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ടാസ്ക് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ പല കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ടി വരും. ഒരു ടാസ്ക് ഒന്നിലധികം ആൾക്കാർ കൂടി ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഓരോ ടാസ്കുകളും ഓരോരുത്തരുടെയും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വി വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഓൾസോ വി വോണ്ട് ടു ഷെയർ ദ തിങ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാറ്റഗറി ഓഫ് പേഴ്സൺസിന് ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എബിലിറ്റി ടു ഷെയർ ആൻഡ് എഡിറ്റ് ഡോക്യുമെൻറ്റ്സ് ഇൻ റിയൽ ടൈം ബിറ്റ്വീൻ മൾട്ടിപ്പിൾ യൂസേഴ്സ് മേക്സ് കൊളാബറേറ്റിംഗ് ഈസി ആൻഡ് ഈവൻ ഫൺ. നമുക്ക് ഒരു ഡോക്യുമെൻ്റ് ഷെയർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ആൻഡ് ഇൻ റിയൽ ടൈം എന്ന് പറയുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ലൈവായി നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുക, അതുപോലെ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ആ സെയിം ഡോക്യുമെൻ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റുക. ഈ ഒരു കാര്യം കൊളാബറേഷനിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. സോ അങ്ങനെയുള്ള ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജിയാണ്. കൊളാബറേറ്റിംഗ് വിത്ത് എ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ഇസ് ബോത്ത് more convenient and faster than trying to assemble everyone's piece into a single document managed by one member of a team. ഈ കൊളാബറേഷൻ എന്ന് പറയുന്നത് വെബ് ബേസ്ഡ് കൊളാബറേഷൻ ആകുമ്പോൾ നമുക്ക് കൊളാബറേഷൻ എല്ലാ രീതിയിലും ചെയ്യാം, ഓഫ്ലൈനായും ഓൺലൈനായും ചെയ്യാം. പക്ഷേ ഓൺലൈൻ കൊളാബറേഷൻ വിൽ ബി വെബ് ബേസ്ഡ്. ഓക്കെ, ഓൺലൈൻ കൊളാബറേഷൻ ചെയ്ത് കഴിയുമ്പോൾ അത് കൺവീനിയൻ്റ് ആയിരിക്കും. ആ ഒരു പർട്ടിക്കുലർ ആളുകൾ ആ കൊളാബറേഷൻ ടാസ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഏത് ലൊക്കേഷനിലിരുന്നാലും എപ്പോഴായാലും അവർക്ക് അവരുടെ ഡേറ്റാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ ആക്ടിവിറ്റീസ് ഷെയർ ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജി സഹായിക്കുന്നു. അതുപോലെ തന്നെ സപ്പോസ് നമ്മൾ ഒരു പർട്ടിക്കുലർ ടാസ്ക് ഒരു ഗ്രൂപ്പിലുള്ള ഒരാൾ മാത്രം ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എത്രമാത്രം എഫർട്ട് എടുക്കാനുണ്ടാവുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ അറിയാവുന്നതാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു കമ്പനി നമ്മളോട് ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയുകയാണ്. ആ കമ്പനിയിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്തിട്ട് നമുക്കൊരു കൺസോളിഡേറ്റഡ് ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആണ് ചെയ്യുന്നതെങ്കിൽ ഹി ഹാവ് ടു സ്പെൻഡ് മോർ ടൈം അല്ലേ. അയാൾ ഒരുപാട് ടൈം അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഒരുപാട് എഫർട്ട് എടുക്കേണ്ടി വരും. ഹി ഹാസ് ടു വിസിറ്റ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് കോൺടാക്ട് വിത്ത് ദ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് he have to collect the information from each department and he have to consolidate all the information and prepare the master document. ആ രീതിയിലാണ് ചെയ്യുക. ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോയി അവിടുത്തെ ആക്ടിവിറ്റീസ് കളക്ട് ചെയ്യുക, അതിനുശേഷം അതൊരു മാസ്റ്റർ ഡോക്യുമെൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. അതൊരു സിംഗിൾ പേഴ്സൺ ചെയ്യുമ്പോൾ ഒരുപാട് സമയം അവിടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അയാളുടെ എഫർട്ടും വളരെ വലുതായിരിക്കും. അതേസമയം നമ്മൾ കൊളാബറേഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ്, ഓൺലൈൻ കൊളാബറേഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഈ സെയിം ടാസ്ക് ചെയ്യുകയാണെന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയായിരിക്കും വരിക? അപ്പോൾ ഏത് പേഴ്സണെ ആണോ ഈ ഒരു ഡ്യൂട്ടി അസൈൻ ചെയ്തത് ആ പേഴ്സൺ ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ ഡോക്യുമെൻ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിനും ഷെയർ ചെയ്യും. ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിനും അവരുടെ ആക്ടിവിറ്റീസ് അപ്ഡേറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഈസി ടാസ്ക് ആണ് അല്ലേ. നമ്മൾ ആയിരിക്കും ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് അവിടുത്തെ ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് വളരെ ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റീസ് അവർക്ക് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇപ്പോൾ 10 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകുമ്പോൾ 10 ഹെഡ്സ് എന്ത് ചെയ്യും? അവരെ ആക്ടിവിറ്റീസൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ 10 ആളുകളുടെ ഡ്യൂട്ടി ഒരാൾ ചെയ്യുന്ന പകരം ആ ഡ്യൂട്ടി ഷെയർ ചെയ്ത് 10 ആളിലേക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് എത്രയും വേഗം, അതുപോലെ തന്നെ റിയൽ ടൈം ആയതുകൊണ്ട് ഒരാൾ അയാളുടെ ഡ്യൂട്ടി ചെയ്ത് തീർക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഓരോരുത്തർക്കും
അപ്പോൾ 2-3 ആളുകൾക്ക് അറ്റ് ദ സെയിം ടൈം ദേ ക്യാൻ എഡിറ്റ് ദ ഡോക്യുമെൻറ്റ്. അപ്പോൾ നമ്മൾ ആ ഒരു ആക്ടിവിറ്റി ഫാസ്റ്ററായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് കൊളാബറേറ്റേഴ്സിന് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കൊണ്ടുള്ള ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, for example, if you are in charge of a presentation in your company and the members of your team are located in different places, under this situation it's easy to use web-based presentation tools. അപ്പോൾ ഇതിപ്പോൾ ഒരു നമ്മൾ നേരത്തെ ഒരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഇവിടെ ഒരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യുന്ന കാര്യം. ആ പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ പേഴ്സൺ ചെയ്യുന്നതിന് പകരം അതെന്ത് ചെയ്തു, ഷെയർ ചെയ്തു. ആൻഡ് ഈച്ച് മെമ്പർ ഓഫ് ദ ടീം വിൽ ബി ലൊക്കേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. അവർ ഏത് പ്ലേസിലായിരുന്നാലും അവർക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ, ബിക്കോസ് ഇറ്റ് ഈസ് വെബ് ബേസ്ഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു ടാസ്ക് ഏറ്റവും ഈസിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ആൻഡ് sports teams can use web-based calendars to alert their members of upcoming activities. If authorized, group or team members can add their own items to the calendar, helping the entire group plan around individual conflicts. നമ്മൾ ഇപ്പോൾ ഡോക്യുമെൻസിൻ്റെ കേസ് പറഞ്ഞു, അതുപോലെ പ്രസൻറ്റേഷൻ ടൂൾസ്, അത് ആ ഒരു കാര്യം പറഞ്ഞു. ഇനി calendars, web-based calendars can be used among community groups and sports teams. സ്പോർട്സ് ടീംസിനും കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സിനും വെബ് ബേസ്ഡ് കാലണ്ടേഴ്സ് യൂസ് ചെയ്യാം. അവർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും അപ്കമിങ് ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ഗ്രൂപ്പ് മെമ്പേഴ്സിന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെബ് ബേസ്ഡ് കാലണ്ടേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സിന് അവരുടെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലുള്ള ചേഞ്ചസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ കാലണ്ടറിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഓരോ ഗ്രൂപ്പ് മെമ്പേഴ്സിനും ഒരു അപ്ഡേറ്റഡ് ഇൻഫർമേഷനാണ് കിട്ടുക. ഓക്കെ, നേരത്തെ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ ആ ചേഞ്ച് കാലണ്ടറിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഗ്രൂപ്പ് മെമ്പേഴ്സിന് അതിൻ്റെ അപ്ഡേറ്റ് ലഭിക്കും. ഓക്കെ, ദെൻ റോഡ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഓഫീസ് വർക്ക് മാത്രമല്ലാതെ ഫീൽഡ് വർക്കും കൂടെ ഉള്ള ആളുകളെയാണ് റോഡ് ബാരിയേഴ്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു പേഴ്സൺ ഓഫീസിൽ മാത്രം ഇരുന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഒരു ദിവസം ഒരു ഓഫീസിൽ, അതേസമയം അടുത്ത ദിവസം വേറെ ഒരു ഫീൽഡിലായിരിക്കും വർക്ക് ചെയ്യുക. ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അയാളുടെ ലാപ്ടോപ്പിലുള്ള ഡോക്യുമെൻ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും. ഓഫീസിലുള്ള സമയത്ത് ഓഫീസിലുള്ള ഡെസ്ക്ടോപ്പ് പി സിയിലെ ഡോക്യുമെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു സെയിം ഡോക്യുമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് കോപ്പീസ് ഹി ഹാസ് ടു കീപ്പ്. എന്നിട്ട് എന്തെങ്കിലും അപ്ഡേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ ഓരോ കോപ്പിയിലും അയാൾ അപ്ഡേഷൻ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ റോഡ് ബാരിയേഴ്സ് അത് ഈ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്താ പറഞ്ഞാൽ അവർ ഓരോ ദിവസവും ആ സെയിം ഡെസ്ക്ടോപ്പ് പി സിയാണ് യൂസ് ചെയ്യുന്നത്, സെയിം ഫയൽ അതിൽ തന്നെ ഉണ്ടാവും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് റോഡ് ബാരിയേഴ്സ് ദേ ആർ വർക്കിംഗ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ് അറ്റ് ഡിഫറെൻറ്റ് ഡേയ്സ്. ഓരോ ദിവസം ഓരോ സ്ഥലത്തായിരിക്കും അവർ വർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒരു ഡോക്യുമെൻറ്റ് ഒരു കോപ്പി അയാളുടെ ഓഫീസ് കമ്പ്യൂട്ടറിലായിരിക്കും, ഒരു കോപ്പി അയാളുടെ ലാപ്ടോപ്പിൽ കീപ്പ് ചെയ്യാം. അതുപോലെ വേറെ ഏതെങ്കിലും ഓഫീസ് ഉണ്ടെങ്കിൽ ആ ഓഫീസിലെ പി സിയിൽ കീപ്പ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരുത്തുകയാണെങ്കിൽ ഈ ഓരോ കോപ്പിയിലും അയാൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ ഒരു ഡേറ്റയിൽ മിസ്മാച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത് ഇവരെ പോലെയുള്ള ആളുകൾക്കായിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ഒരു ഡോക്യുമെൻ്റ് കീപ്പ് ചെയ്ത് ആ ഡോക്യുമെൻ്റ് എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ജോലി ഏറ്റവും എളുപ്പത്തിൽ തീർക്കാൻ കഴിയും. അതായത് ഇവർ എവിടെ ഡോക്യുമെൻ്റ് സേവ് ചെയ്തു എന്നതിനെ കുറിച്ചൊന്നും ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അത് ഏത് ഡോക്യുമെൻ്റാണ് എവിടെയാണ് കീപ്പ് ചെയ്തതെന്നൊക്കെ ഓർമ്മിക്കേണ്ട ആവശ്യം വരും. പക്ഷേ നമ്മളൊരു വെബ് ബേസ്ഡ് ടൂളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, വെബ് ബേസ്ഡ് ഡോക്യുമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഡോക്യുമെൻ്റ് നമ്മൾ ഡ്രൈവിലുണ്ടായിരിക്കും. ആ ഡ്രൈവിൽ നിന്ന് ഡോക്യുമെൻ്റ് ആക്സസ് ചെയ്യുക, അതിനുശേഷം അതിൽ അപ്ഡേഷൻ വരുത്താം. ഈ അപ്ഡേഷൻ വരുത്താൻ നമ്മൾ എവിടെ ഇരുന്നായാലും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളൊരു സിംഗിൾ ഡോക്യുമെൻ്റ് മാത്രം കീപ്പ് ചെയ്താൽ മതി ഈ ഒരു കേസിൽ. അത് നമുക്ക് എവിടെ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ഇസ് കോസ്റ്റ് കോൺഷ്യസ് യൂസേഴ്സ്.
നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും നമുക്ക് ഹാർഡ്വെയർ ആയാലും സോഫ്റ്റ്വെയർ ആയാലും എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് കോൺഷ്യസ് ആയിട്ടുള്ള യൂസേഴ്സിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു യൂസറിന് ഹാർഡ്വെയർ വൈസ് നോക്കുകയാണെങ്കിൽ there is no need to invest in large hard disk or super fast CPU. നമുക്കൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ഡിസ്ക് സ്റ്റോറേജിന് വേണ്ടി ലാർജ് സ്റ്റോറേജിന് വേണ്ടി നമുക്ക് ഹൈ കപ്പാസിറ്റി ഹാർഡ് ഡിസ്ക് അതുപോലെ ഫാസ്റ്റർ CPUs ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൻ്റെ കേസ് ആണെങ്കിലും വേർഷൻ അപ്ഡേഷൻ മെയിൻ്റനൻസ് ഈ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് ഇത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്നും ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. സോഫ്റ്റ്വെയർ അപ്ഡേഷനൊക്കെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡേഴ്സ് ചെയ്തുകൊള്ളും. ഓക്കെ, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യം ഇവിടെ വരുന്നില്ല. നമുക്ക് ഓൺലൈൻ വേർഷൻ ഓഫ് ദി സോഫ്റ്റ്വെയർ വിൽ ബി അവൈലബിൾ. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഫോർ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് മൈക്രോസോഫ്റ്റ് ഓഫീസ് വി ക്യാൻ യൂസ് ഗൂഗിൾസ് വേർഷൻ ഓഫ് ദീസ് ആപ്സ്. അതായത് ഗൂഗിൾ ഡോക്സ്, സ്പ്രെഡ്ഷീറ്റ്, പ്രസൻറ്റേഷൻ ഇതൊക്കെ നമുക്ക് ഓൺലൈൻ ആയിട്ട് അവൈലബിൾ ആണ്. നമുക്ക് ഇപ്പോൾ ഒരു മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ഒരു വേർഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് പിന്നെ പുതിയ വേർഷൻ വരുമ്പോൾ നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കേസ് ആകുമ്പോൾ ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്നും ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഇസ് കോസ്റ്റ് കോൺഷ്യസ് IT ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ IT ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. IT ഡിപ്പാർട്ട്മെൻറ്റ്സിൽ അവർക്ക് ഒരുപാട് ഡേറ്റ ഹാൻഡിൽ ചെയ്യാനുണ്ടാവും. അതുപോലെ തന്നെ നെറ്റ്വർക്ക്സ് ഓർഗനൈസ് ചെയ്യുക, അതുപോലെ സെർവേഴ്സ് ഹാൻഡിൽ ചെയ്യുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒന്നും അവർ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല. അതൊക്കെ പ്രൊവൈഡേഴ്സ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡേഴ്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാം. അറ്റ് ദ സെയിം ടൈം their investment will be very less. ഓക്കെ, അപ്പോൾ ന്യൂ സെർവേഴ്സ് പർച്ചേസ് ചെയ്യുന്ന അതൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം. അതുപോലെ കൂടുതൽ IT സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒഴിവാക്കാം. ഈ ഇൻസ്റ്റെഡ് ഓഫ് പർച്ചേസിങ് എ ന്യൂ സെർവർ ദി IT സ്റ്റാഫ് ജസ്റ്റ് റീഡയറക്ട്സ് ദ കമ്പനീസ് കമ്പ്യൂട്ടിംഗ് റിക്വസ്റ്റ് ഔട്ട് ടു ദി ക്ലൗഡിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെർവറൊക്കെ വാങ്ങിക്കുന്നതിന് പകരം എന്താണ് നമുക്ക് ചെയ്യേണ്ട ആ ഒരു കമ്പ്യൂട്ടേഷൻ വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദി ക്ലൗഡ് അതിനുശേഷം ക്ലൗഡാണ് ബാക്കി കമ്പ്യൂട്ടേഷനൊക്കെ ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ സ്റ്റാഫിൻ്റെ റിക്രൂട്ട്മെൻറ്റ് അവിടെ കുറഞ്ഞു കിട്ടി. അതുപോലെ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് കുറയും. അതുപോലെ നമ്മുടെ ഡാറ്റ സെക്യൂരിറ്റി നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. അതൊക്കെ കോസ്റ്റ് കോൺഷ്യസ് ആകുമ്പോൾ നമ്മൾ ഡേറ്റ കോൺഷ്യസ് അല്ല, ഇവിടെ കോസ്റ്റ് കോൺഷ്യസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള IT ഡിപ്പാർട്ട്മെൻറ്റ്സ് ആകുമ്പോൾ അവർക്ക് ക്ലൗഡ് ആയിരിക്കും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ആൻഡ് കമ്പ്യൂട്ടിംഗ്. നെക്സ്റ്റ്, യൂസേഴ്സ് വിത്ത് ഇൻക്രീസിങ് നീഡ്സ്. ഒരുപാട് കമ്പ്യൂട്ടിങ്ങിൻ്റെ ആവശ്യം വരുന്ന ആളുകൾ, യൂസേഴ്സ്. ഹാർഡ്വെയർ ബേസ്ഡ് കോസ്റ്റ് സേവിങ്സ് ഓൾസോ അപ്ലൈ ടു ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടർ യൂസേഴ്സ്. ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടർ യൂസേഴ്സിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സാധാരണയായി നമുക്ക് പണ്ടുള്ള കാലത്ത് നമ്മൾ തന്നെ പർച്ചേസ് ചെയ്യേണ്ടിയിരുന്നു. നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനാവശ്യമുള്ള ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒക്കെ നമ്മൾ വാങ്ങിക്കേണ്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അതിൽ നിന്നൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു കേസ് എന്ന് പറയുമ്പോൾ മീഡിയ ഫയൽസ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് കൂടുതൽ ഡിസ്ക് സ്പേസ് വേണ്ടി വരും. അവരുടെ വർക്ക് ചെയ്യണമെങ്കിൽ MP3 ഫയൽസ്, ഫോട്ടോസ്, ഡിജിറ്റൽ ഫോട്ടോസ് ഇതിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ സ്റ്റോറേജ് ഫെസിലിറ്റി അല്ല ഹാർഡ് ഡിസ്ക്, മോർ സ്പേസ് ഉള്ള ഹാർഡ് ഡിസ്ക് വേണ്ടി വരും. പക്ഷേ ഇതിൽ നിന്നൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നമുക്ക് കുറേ അധികം സ്പേസ് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് നമുക്കിപ്പം ഒരു ഫയൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ സിസ്റ്റത്തിലെ ഹാർഡ് ഡ്രൈവിൽ സ്റ്റോർ ചെയ്യണമെന്നില്ല. വി ക്യാൻ ഡയറക്ട്ലി സേവ് ദീസ് ഫയൽസ് ഇൻ ടു അവർ ഗൂഗിൾ ഡ്രൈവ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ക്ലൗഡ് സ്റ്റോറേജിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു ലേറ്റസ്റ്റ് വേർഷൻ, ഒരു പ്രോഗ്രാമിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യാൻ തന്നെ ഒരുപാട് സ്പേസ് വേണ്ടി വരും.
ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു മീഡിയ ഫയൽസൊക്കെ യൂസ് ചെയ്യുന്നില്ലേ, MP3 MP4 ഫയൽസിലൊക്കെ എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ നമ്മളെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ തന്നെ കൂടുതൽ നമുക്ക് സ്ഥലം വേണം. അതുപോലെ തന്നെ ആ ക്രിയേറ്റ് ചെയ്ത ഫയൽ സേവ് ചെയ്യാൻ അഗെയിൻ വി നീഡ് മോർ സ്പേസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ്ലി ഓൺലൈനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എഡിറ്റും കാര്യങ്ങളൊക്കെ ഓൺലൈൻ ചെയ്യാം. അതുപോലെ തന്നെ ആ കിട്ടുന്ന ഔട്ട്പുട്ട് ഫയൽ സ്റ്റോർ ചെയ്യുന്നതിൽ ക്ലൗഡ് സ്റ്റോറേജിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, next we are going to discuss the topic who shouldn't be using cloud computing. ആർക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉപയോഗിക്കേണ്ട എന്നുള്ള, ആർക്കൊക്കെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വേണ്ട, ഉപയോഗിക്കേണ്ട എന്നുള്ള കാര്യമാണ് അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The internet impaired. Okay, without internet access you can't run web based applications or open documents stored on the web. അപ്പോൾ ഫസ്റ്റ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഫസ്റ്റ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് വി നീഡ് ഓർ ഇൻ്റർനെറ്റ് ആക്സസ്. നമുക്കൊരു ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷനും റണ്ണ് ചെയ്യാൻ പറ്റുകയുള്ളൂ. എ സ്ലോ കണക്ഷൻ ഇസ് നോട്ട് മച്ച് ബെറ്റർ ദാൻ നൺ അറ്റ് ഓൾ വെൻ ആക്സസിങ് ബിഗ് ആപ്സ് ആൻഡ് ഡോഗ്സ് ഓൺ ദി വെബ്. അപ്പോൾ ഒരു സ്ലോ കണക്ഷൻ ആയതുകൊണ്ടും നമുക്ക് വലിയൊരു ഉപകാരം ഉണ്ടാവില്ല. ഒരു വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനോ വെബ് ബേസ്ഡ് ഡോക്യുമെൻറ്റോ ആക്സസ് ചെയ്യാൻ നമുക്കൊരു സ്ലോ കണക്ഷൻ ആകുമ്പോൾ നമുക്ക് ആ കണക്ഷൻ ഇല്ലാതിരിക്കുന്നത് പോലെ തന്നെയുള്ള എഫക്റ്റാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം ഇൻ്റർനെറ്റ് സൗകര്യമാണ് നമുക്ക് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ നമുക്ക് ഒന്നാമതായി വേണ്ടുള്ള കാര്യം. അപ്പോൾ ഈ ഇങ്ങനെ ഒരു ഇൻ്റർനെറ്റ് ആക്സസ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. നെക്സ്റ്റ്, ഓഫ്ലൈൻ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അവർക്ക് ഒന്നും വെബ് ബേസ്ഡ് ആയിട്ട് ചെയ്യാനില്ല, ഒന്നും ഓൺലൈനായിട്ട് ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക്, ഒരു വർക്കറിന് എന്തിൻ്റെ ആവശ്യമില്ല, ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ആവശ്യമില്ല. അവർ എപ്പോഴും ഓഫീസിൽ ആ പേപ്പർ ആൻഡ് പെൻ ആ ഒരു കോൺസെപ്റ്റിലേക്കായിരിക്കും അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇനി ഒരു പർട്ടിക്കുലർ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ അവരുടെ കാര്യങ്ങൾ ആ ഒരു സിസ്റ്റമായിട്ട് ചെയ്തു പോകും. അവർക്കൊന്നും ആരുമായിട്ട് ഷെയർ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നുമില്ല. എക്സാമ്പിൾ, എനിവൺ ഹൂ വർക്ക്സ് ഇൻ ആൻ ഓഫീസ് വിത്തൗട്ട് ഇൻ്റർനെറ്റ് ആക്സസ് ഇല്ലാത്ത ഒരു PC യിൽ വർക്ക് ചെയ്യുന്ന ആൾ. അതുപോലെ എനിവൺ ഹൂ വർക്ക്സ് അറ്റ് ഹോം വിത്തൗട്ട് ഇൻ്റർനെറ്റ് ആക്സസ്. ഇവരൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ് ഓഫ്ലൈൻ വർക്കേഴ്സ് എന്ന് പറയുന്നത്. ദെൻ സെക്യൂരിറ്റി കോൺഷ്യസ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഡേറ്റ ഒക്കെ ക്ലൗഡ് സ്റ്റോറേജിൽ സേവ് ചെയ്ത് വെക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സേവ് ചെയ്യുമ്പോൾ നമ്മളൊരു പബ്ലിക് ക്ലൗഡിലാണ് സേവ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഡാറ്റ അത്ര വലിയ സെക്യൂരിറ്റി കൊടുക്കാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി അവരുടെ കോൺഫിഡൻഷ്യൽ ഡേറ്റ അവർ സെക്യൂരിറ്റിക്കാണ് മോർ ഇമ്പോർട്ടൻസ്. ഇഫ് ദേ ആർ ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ടു സെക്യൂരിറ്റി ദെൻ ഡോണ്ട് ഗോ ഫോർ ദ ക്ലൗഡ്. ഓക്കെ, ആ ഒരു സമയത്ത് ക്ലൗഡ് യൂസ് ചെയ്യുന്നതിൽ കാര്യമില്ല. ഇപ്പോൾ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഡാറ്റ സെക്യൂരിറ്റിക്കാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ക്ലൗഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി ചിന്തിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് അങ്ങനെയുള്ള ഒരു കമ്പനിക്ക് പ്രൈവറ്റായിട്ട് സെർവേഴ്സ് ഹോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. അല്ലാതെ നമ്മൾ ഡാറ്റ ക്ലൗഡിലേക്ക് സ്റ്റോർ ചെയ്യുമ്പം എത്ര തന്നെ ആയാലും ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഇഷ്യൂ തന്നെയാണ് അവിടെ. അല്ലെങ്കിൽ നമ്മൾ ആ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജി നമ്മൾ വീണ്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ക്ലൗഡിൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഈവൻ വി ആർ ഗിവിങ് ഓത്തറൈസേഷൻ, അവിടെ ഒരു അൺഓത്തറൈസ്ഡ് ആക്സസിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ സിസ്റ്റം ഹാക്ക് ചെയ്യാനുള്ള കേസ് അങ്ങനെയുള്ളൊരു പോസിബിലിറ്റി വരുമ്പോൾ those companies who are giving more importance to security of their data then don't go for the cloud. Okay, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അവരുടേതായിട്ടൊരു പ്രൈവറ്റ് ആയിട്ടുള്ള സെർവർ ഹോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. അതുപോലെ തന്നെ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുമ്പോഴും അവിടെയും ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. Then anyone married to existing applications. If you or your organization is willing to change from Microsoft Shop
the move to web-based application will be a tough one. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു പർട്ടിക്കുലർ പേഴ്സൺ മൈക്രോസോഫ്റ്റ് ഓഫീസിലുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് പെട്ടെന്ന് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യും. അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അതായത് ചേഞ്ചിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് അതൊരു കൺവീനിയൻ്റ് ആയിട്ട് തോന്നണമെന്നില്ല, കംഫർട്ടബിൾ ആവില്ല. അതായത് നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറുമായി നന്നായിട്ട് പരിചയപ്പെട്ട് അതിൽ നമ്മൾ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഈവൻ വി ഡോണ്ട് വാണ്ട് ന്യൂ വേർഷൻ, ഓക്കെ, ന്യൂ വേർഷനിലേക്ക് വരെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങൾ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് മേക്ക് ഷുവർ ദാറ്റ് യുവർ ഡോക്സ് can convert or that the web-based app can read or write in Microsoft Natives formats. If not, it might be more trouble to migrate. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ഡോക്യുമെൻറ്റ് മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ഒരു നേറ്റീവ് ഫോമാറ്റ് ഉണ്ടാകും. ആ ഫോമാറ്റ് നമുക്ക് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനിൽ ഓപ്പൺ ആവുന്നില്ല എങ്കിൽ നമ്മൾ ആ ഒരു മൈഗ്രേറ്റ് ചെയ്യുന്നത് വെബ് ബേസ്ഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അതേസമയം അത് കോമ്പാറ്റബിൾ ആണെങ്കിൽ നമുക്ക് ഈ വെബ് ബേസ്ഡ് ആയാലും ഡെസ്ക്ടോപ്പ് ബേസ്ഡ് ആയാലും ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മളൊരു ഡോക്യുമെൻ്റ് നമ്മൾ ഡെസ്ക്ടോപ്പ് ബേസ്ഡിൽ ക്രിയേറ്റ് ചെയ്ത മൈക്രോസോഫ്റ്റ് വേർഷൻ നമുക്ക് വെബ് ബേസ്ഡിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ അതിൻ്റെ എല്ലാ ഫോമാറ്റും അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഫോമാറ്റിംഗ് ഫോൺസ് അതുപോലെ എല്ലാ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും അവിടെയും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മോസ്റ്റ്ലി എന്താണെന്ന് പറഞ്ഞാൽ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനിൽ ഫീച്ചേഴ്സ് കുറവായിരിക്കും, ഡെസ്ക്ടോപ്പ് ബേസ്ഡിനേക്കാളും ഫീച്ചേഴ്സ് കുറവായിരിക്കും വെബ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ. അപ്പോൾ അത് ആഗ്രഹിക്കാത്ത ആൾക്കാർ വെബ് ബേസ്ഡിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും നന്നാവുക. There is a similar issue if you are sharing documents with others who use Microsoft software. അതുപോലെ തന്നെ ഇത് സെയിം ഇതിൻ്റെ ഓപ്പോസിറ്റും സംഭവിക്കാം. നമ്മൾ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു, അത് ഇഫ് വി ആർ ഷെയറിങ് ദാറ്റ് ഡോക്യുമെൻറ്റ് വിത്ത് സമൺ ഹു ആർ യൂസിങ് ഡെസ്ക്ടോപ്പ് മൈക്രോസോഫ്റ്റ് ആപ്ലിക്കേഷൻസ്, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനാണ് അവർ യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് അവിടെ ഈ നമ്മൾ ഷെയർ ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ അവർക്ക് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ആലോചിക്കണം. ഈ ഒരു ഡോക്യുമെൻറ്റ് വെബ് ബേസ്ഡിലും ഡെസ്ക്ടോപ്പ് ബേസ്ഡിലും ഒരേപോലെ വർക്ക് ചെയ്യും എന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു മൈഗ്രേഷൻ സക്സസ്ഫുൾ ആവും, അല്ലെങ്കിൽ ആ ഒരു മൈഗ്രേഷൻ സക്സസ്ഫുൾ ആവില്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.